ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ ASMൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജ് വരുന്നത് 9th അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ള ഇത് കമൻറ്റ് കണ്ടതിൻ്റെ ബേസിസിലാണ് കേട്ടോ ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. വേറെ ഒന്നുമല്ല, നമ്മുടെ LDC, LGS, VFA ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ 9th എക്സാം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. നമുക്ക് ഇനി സ്ട്രോങ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതുവരെ വരുത്തിയ മിസ്റ്റേക്സൊക്കെ മാറ്റി നിർത്തി നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു സ്റ്റാർട്ട് വേണം. അപ്പോൾ അത് നമ്മളുടെ ബേസും സ്ട്രോങ് ആക്കിക്കൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞല്ലോ 9th ശേഷം ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ പറയുന്ന പോലെ 9th തീയതിയിലത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ഫാക്ട്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി SCRT, NCERT ഒക്കെ നോക്കിയിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം, പഠിച്ചിട്ടുണ്ടാകാം. പക്ഷേ മറന്നു പോകാൻ സാധ്യതയുള്ളതും എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് റാൻഡമായിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാൻ. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല SCRTയിൽ ഇത് തന്നെ ചോദിക്കുന്നത്. കാരണം SCRT നമ്മൾ പറയുന്ന ചാപ്റ്റേഴ്സ് മുഴുവൻ വായിക്കുക എന്നുള്ളത് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഏത് പാഠത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് ആദ്യം പറയാനുള്ളത്, CA നിങ്ങൾ നല്ലവണ്ണം നോക്കിയിരിക്കുക. ഏപ്രിൽ ടു ഇപ്പോൾ ഈ ജൂലൈ വരെയുള്ളത് ഒന്ന് റഫായിട്ടൊന്ന് ഓടിച്ച് നോക്കിക്കൂടുക വേഗം. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കഴിഞ്ഞ വർഷത്തെയും വേണമെങ്കിൽ ചോദിക്കാം. അതിൽ നൊബേൽ എന്തായാലും അവർ ചോദിക്കുന്നുണ്ട് എല്ലാത്തിലും. വളരെയധികം ഇൻറ്റേർണലി ആണ് ചോദിക്കുന്നത്. അപ്പോൾ നൊബേൽ നല്ലവണ്ണം നോക്കുക. പിന്നെ ആക്സിയം മിഷൻ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിക്കാത്തത് കൊണ്ട് ഈ പറയുന്ന സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിൽ ചോദിക്കുക ആക്സിയം മിഷനെ കുറിച്ച്. അതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേയധികം അപ്ഡേറ്റ്സ് ഉണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. CA ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ആകാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ് CA എന്ന് പറയുന്നത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് SCRT ഫാക്ട്സ് വേഗം നോക്കി പോകാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന ഫാക്റ്റ് ഇതാണ്. ഇത് ഒരു SCRT ഫാക്റ്റാണ്. അധികം ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. നോക്കി, നിലമ്പൂർ ആയിഷയുടെ ഒരു അനുഭവക്കുറിപ്പാണ്. ആ അനുഭവക്കുറിപ്പിൻ്റെ പേര് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് അനുഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ അനുഭവക്കുറിപ്പ് ആരുടെയാണെന്നുള്ളതാണ്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നുള്ളത് നിലമ്പൂർ ആയിഷയുടെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഇതാണ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വൈദ്യശാസ്ത്ര ബിരുദം നേടിയ ആദ്യ വനിത. ഓക്കെ, കേരളത്തിൽ വൈദ്യശാസ്ത്ര ബിരുദം MBBS നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധിയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ എന്നുള്ളതാണ്. നാലാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് ചോദിച്ചത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്നതാണ്. അതിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, അതാണ് നമ്മുടെ നാലാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. തിരിച്ചു മറിച്ചുമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. നെക്സ്റ്റ് അഞ്ചാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. ഇതൊക്കെ ആരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല, പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, ആറാമത്തെ ഫാക്ട് നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ ഇവ വെള്ളം ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ള രീതിയിൽ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് ധാരാളം വേണം, ഗോതമ്പിന് അത്രയും വേണ്ട. തണ്ണിമത്തിന് ജലസേചനം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ ജൂണിലാണ് നെല്ല്, സെപ്റ്റംബറിൽ കൊയ്തെടുക്കും. ഗോതമ്പ് ഒക്ടോബറിൽ വിതയ്ക്കും, മാർച്ചിൽ കൊയ്തെടുക്കും. തണ്ണിമത്തൻ ഏപ്രിലിൽ വിതയ്ക്കും, ജൂണിൽ കൊയ്തെടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഏഴാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ജസ്റ്റ് ഈ നാണ്യവിളകളുടെ കാറ്റഗറിയിൽ വരുന്നത് കരിമ്പ്, പുകയില, പരുത്തി, ചണം. ദെൻ നാരുവിളകളിൽ പരുത്തിയും ചണവും, എണ്ണക്കുരുക്കളിൽ സോയാബീൻ, നിലക്കടല, സൂര്യകാന്തി പോലുള്ള സംഭവങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ജസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ. ദെൻ എട്ടാമത്തെ ഒരു ഫാക്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഓരോ വിളയും പ്രധാനമായിട്ടും അവ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പാണെങ്കിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂട്ടോ. ദെൻ ഒൻപതാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഹരിത വിപ്ലവത്തിൻ്റെ ഇരുപുറങ്ങൾ, നേട്ടങ്ങളും പരിമിതികളും വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. ദെൻ പരിമിതികൾ, ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ബലഭൂയിഷ്ഠത കുറച്ചു. ദെൻ പത്താമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ആക്ച്വലി കൊണ്ടുവന്നത് രണ്ട് സംഭവങ്ങളാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, OPHI എന്ന് പറയുന്ന
ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും അതുപോലെ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കൂടെ ചേർന്നിട്ടാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇതിന് 3 കാര്യങ്ങളാണ് ബേസിക്കലി എടുക്കുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഈ 3 തലങ്ങളിലാണ് ഇത് ഇതാക്കുന്നത്. 12 സൂചകങ്ങളെ 3 തലങ്ങളിലായിട്ടുള്ള 12 സൂചകങ്ങളെ വിലയിരുത്തിയിട്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ 11ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, ഞാനിത് ഓൾറെഡി SCERT പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് SCERT NCERT എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന് മുമ്പ്. അതിൽ നിന്ന് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് 7th സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എസ്പെഷ്യലി ജീവനം പദ്ധതിയും പ്രധാനമന്ത്രി പോഷൻ അഭിയാൻ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഓക്കെ, 12ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ തന്നെ പാർട്ട് 2 ടെക്സ്റ്റിലെ ഈ പറയുന്ന ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൗതികത്തിൽ ഏതൊക്കെ വരും? ഈ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണെന്ന് പറയുന്നത്. സാംസ്കാരിക ഭൂപടങ്ങളിൽ എന്തൊക്കെയാണ്? മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ്. ഓക്കെ, അത് എന്താണെന്നുള്ള ഒരു ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ 13ാമത്തെ ഫാക്ട് എന്നുള്ള രീതിയിൽ ഭൂപടങ്ങൾ 2 തരത്തിലുണ്ട്, വലിയ തോത്, ചെറിയ തോത്. അതിൻ്റെ എക്സാമ്പിൾ വലിയ തോതിന് ധരാതലീയം, വില്ലേജ് ഭൂപടം, ചെറിയ തോതിന് ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം എന്നുള്ള കാര്യം, കേരളത്തിൻ്റെ ഭൂപടമൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. 14ാമത്തെ ഒരു ഫാക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഭൂപടങ്ങളുടെ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് ഉപയോഗിക്കുക. ഈ 3 രീതികളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതാണ് 14ാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്. പ്രസ്താവന രീതിയിൽ തോത് എഴുതിയാണ് പറയുക, അതായത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. എന്നാൽ ഭിന്നക രീതിയിൽ വരുമ്പോൾ അത് ഇങ്ങനെ ഒരു യൂണിറ്റ് ദൂരം ഇത്രയാണ്, 1:2 ഇവിടെ കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ, 1 lakh എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അത് അത്രയും യൂണിറ്റുകൾക്ക് തുല്യമാണ്. അതായത് 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണ് എന്നത് അർത്ഥമാക്കുന്ന രീതിയിലുള്ളതാണ് ഭിന്നക രീതി. ഓക്കെ, എന്നാൽ ഒരാൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന വിധത്തിലുള്ളത് ഏതാണ്? അത് പ്രസ്താവന രീതിയിലുള്ള ഭൂപടത്തിൻ്റെ ഇതാണ്. പിന്നെയുള്ളത് രേഖീയ രീതിയാണ്. ഇങ്ങനെ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ത്? രേഖീയ രീതി. അപ്പോൾ 3 തരത്തിലുണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കും. 15ാമത്തെ ഫാക്ട്, ഈ കളേഴ്സ് വെച്ചിട്ട് ഓരോന്ന്, പച്ചയും നീലയും നമുക്ക് കിട്ടും എളുപ്പത്തിൽ, പക്ഷെ മഞ്ഞ കൃഷിയിടങ്ങളാണ് എന്നുള്ളതും, അതുപോലെ തരിശ് നിലങ്ങളുണ്ട് കേട്ടോ. തരിശ് നിലങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി വെള്ളയാന്ന് തോന്നുന്നു. പിന്നെ കറുപ്പ്, തീവണ്ടിപ്പാത, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ തവിട്ട് എന്ന് പറയുന്ന പാറക്കൂട്ടങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നോക്കുക. 16 ഇവിടെ റിമോട്ട് സെൻസിങ്, അത് ടെറസ്ട്രിയൽ, ഭൂതലമുണ്ട്, ആകാശീയമുണ്ട്, ഉപഗ്രഹമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ 17ാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് GIS കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കുക. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ ഇത് വെച്ചിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു 17ാമത്തെ ഫാക്റ്റിൽ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് ഇത് GISൻ്റെ പ്രയോജനങ്ങൾ. ചിലപ്പോൾ ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. ദെൻ 18ാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഭൂപട നിർമ്മാണവുമായിട്ട് ISRO വികസിപ്പിച്ചെടുത്ത ഭുവൻ എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, GIS സിസ്റ്റം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ 19ാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് RK ഷൺമുഖം ചെട്ടിയാണ് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം ഓർക്കാം. ഞാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമേ പറയുള്ളൂ, ജസ്റ്റ് നിങ്ങൾ നോക്കാൻ സാധ്യതയില്ലാത്തത് എന്നാൽ വിട്ടുപോകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളത് കേട്ടോ. ദെൻ 20ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, ഈ ധനനയം, ഫിസ്ക്കൽ പോളിസി, അതിൻ്റെ ലക്ഷ്യങ്ങൾ ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. 21ാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആക്ച്വലി 8ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ ഈ 2 പാഠഭാഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ വായിച്ചിരിക്കണം. അതിൽ എനിക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ഇതിൽ നിന്ന് ഇന്നത് ചോദിക്കാം, കാരണം അതിലുള്ള എല്ലാ ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ SCERT വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് ഒന്ന് വേഗത്തിലൊന്ന് നോക്കി വെച്ചേക്കുക പോയിൻറ്റ്സൊക്കെ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാഠഭാഗമാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ഇതാണ് ASMന് 2 ചോദ്യങ്ങളാണ് ഇതിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. ഇത് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ സംഭവങ്ങൾ. ആക്ച്വലി ഇത് പുതിയ ടെക്സ്റ്റാണ്, അതാണ് ഇതിൽ നിന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഞാൻ 22ാമത്തെ ഫാക്റ്റായിട്ട് തന്നെ പറയുകയാണ്. ഈ ഒരു പാഠഭാഗം 4ാമത്തെ ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ സംഭവിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ ചോദിക്കാം, കാരണം ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ, മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ 23ാമതായിട്ട് ജസ്റ്റ് പറയുന്ന ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ, മിശ്രത്തിൻ്റെയും പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. 23ാമത്തെ ഫാക്റ്റായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. പിന്നെ ഓരോ എക്കണോമിസ്റ്റുകൾ പറഞ്ഞ തിയറീസ്, 24ാമത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണത്. ഓരോരുത്തരുടെയും തിയറി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ പാട്ടസിദ്ധാന്തം എന്ന് പറയുന്നത് ആരെ കൊണ്ടതാണ്? ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ ആണ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന സിദ്ധാന്തം
സിദ്ധാന്തം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി ഓഫ് ഫ്രഞ്ച് ആരുടെയാണ്? അത് ഡേവിഡ് റിക്കാർഡോൻ്റെ തിയറിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെയും തിയറി നമ്മൾ നോക്കും. അതുപോലെ തന്നെ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അത് ആരുടെയാണ്? കാൾ മാക്സിൻ്റെയാണ്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ സൃഷ്ടിപരമായ നശീകരണം അത് ജെയ്ഷും പീറ്ററിൻ്റെയാണ്. ഇതാണ് ചോദിച്ചത് ASMൻ്റെ സ്റ്റേജ് 1 കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ മിക്കവാറും ഡിലീറ്റ് ആവേണ്ടതാണ്. കാരണം സൃഷ്ടിപരമായ നശീകരണം എന്നല്ല കൊടുത്തിരുന്നത്, നഷ്ടപരമായ നശീകരണം എന്നുള്ളതാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൽ. അറിയില്ല, നിങ്ങൾക്ക് അധികം എറേഴ്സ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ഫാക്ട്സ് ആയതുകൊണ്ട് ഫുൾ സ്കോറിങ് നേടാൻ പറ്റും. ഇനി 25ാമത് നമ്മൾ സ്പെഷ്യലായിട്ടൊന്ന് നോക്കണം, ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന, അതായത് അമർത്യ കുമാർ സെന്നിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതൊന്നും നോക്കണം. പിന്നെ അതിൽ പ്ലസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ആര്? അഭിജിത്ത് വിനായക് ബാനർജി. അപ്പോൾ അദ്ദേഹം വേറെ 2 പേരുടെ കൂടിയാണ് പങ്കിട്ടത്. അവരുടെ പേരൊന്ന് നോക്കി വെച്ചിരിക്കുക, എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രൈമർ. ഓക്കെ, ഇനി 27ാമത്തെ ഒരു ഫാക്ട് ഇവിടെ 8ാം ക്ലാസ്സിലെ തന്നെ അടുത്ത പാഠഭാഗം, നാലാമത്തെ പാഠഭാഗം കഴിഞ്ഞ 5ാമത്തേൽ ഈ അമേരിക്കൻ അവകാശ പത്രിക, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിൻ്റെയൊക്കെ വർഷങ്ങൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഈ പാഠഭാഗം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ദെൻ 28ാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇതാരാണ് പറഞ്ഞിട്ടുള്ളത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ 29ാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, തീർന്നു പോകാത്തതും വീണ്ടും യോഗ്യവുമായ വിഭവങ്ങളാണ് എന്താ? റിന്യൂവബിൾ. നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നൊക്കെ പറയുന്നത്. അതേസമയം നോൺ റിന്യൂവബിളോ അതെന്ന് പറയുന്നത് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാണ്. കൽക്കരി, പെട്രോളിയം പോലുള്ളത്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ ഇതും മനസ്സിലാക്കിയിരിക്കണം. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടോട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് വരിക, ലൈക്ക് കൽക്കരി അങ്ങനത്തെ സാധനങ്ങൾ. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടോട്ട് ഉപയോഗിക്കാത്ത നോൺ കൺവെൻഷണൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഇത് താഴേക്ക് വരുമ്പോൾ 30ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് മുംബൈ ഹൈ എന്നൊക്കെ പറയും. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും 120 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 1974 ഈ എണ്ണപ്പാടത്തിൻ്റെ ഇത് കണ്ടെത്തിയതാണ്. ഇത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത്? മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, 31ാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നത് ഇവിടെ 1907 സ്ഥാപിച്ച സാങ്ചിയിൽ ജംഷഡ്പൂരിൽ സ്ഥാപിച്ച ടിസ്കോനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ 1919 പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച IISEO പറയുന്നുണ്ട്. 1919. ചിലപ്പോൾ ഇതൊന്ന് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ പറയും കേട്ടോ. പിന്നെ 1923 സ്ഥാപിച്ച എന്താണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. അപ്പോൾ ആദ്യം വന്നത് ടിസ്കോ, പിന്നെ IISEO, പിന്നെ എന്താണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലേ. പിന്നെ സെയിലിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നുണ്ട്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പറയുന്ന ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം ആരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2ാം പഞ്ചവത്സര സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ഈ പറയുന്നത് എന്തൊക്കെ വന്നത്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർഷങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 32ാമത്തെ ഒരു ഫാക്ട് പറയുന്നത് ഉൽപ്പാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായതുണ്ട്, ഭൂമിശാസ്ത്രപരമല്ലാത്തത്. ഭൂമിശാസ്ത്രപരമായതിൽ നമുക്കറിയാം ഊർജ്ജം, ജലം, കാലാവസ്ഥ, അസംസ്കൃത വസ്തുക്കളൊക്കെ വരുമെങ്കിൽ മൂലധനം, സംഘാടനം, ഗവൺമെൻറ് നയങ്ങളൊക്കെ ഭൂമിശാസ്ത്രപരമല്ലാത്തതിലാണ് വരിക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 33ാമത്തെ ഫാക്റ്റാണ് നമ്മുടെ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 2030 കൂടി ഈ പറയുന്ന സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 എന്ത് ചെയ്യുന്നത്? 17 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് എന്ത് പറയുന്നത്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ചോദിക്കാം. പിന്നെ 34ാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു 9th സ്റ്റാൻഡേർഡിലെ SS1 പാർട്ട് 1 ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മളുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാം. പക്ഷേ നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നോക്കണം എന്നുള്ളത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇതിലുള്ള ഓരോ സംഭവങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ 35ാമത്തേൽ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയുകയാണ്, SS1 തന്നെ പാർട്ട് 2 ടെക്സ്റ്റിൽ വേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 36ാമത്തെ ഒരു ഫാക്റ്റായിട്ട് ഞാൻ പറയുന്നത്, ഇതൊരു ഫാക്റ്റായിട്ട് നിങ്ങൾ ഇതാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓൺലൈൻ വെർഷൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കിട്ടിയാൽ നമുക്ക് നെക്സ്റ്റ് എക്സാംസിന് ഞാനത് അപ്പോഴത്തേക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ അത് എൻ്റെ കയ്യിൽ കാണുന്നില്ല. അപ്പോൾ അതാണ്. അതുപോലെ SS2 പാർട്ട് 1 ഇത്
എന്താണ് ആക്ച്വലി 9th സ്റ്റാൻഡേർഡിലെ എല്ലാ ടെക്സ്റ്റ് 9th 10th സ്റ്റാൻഡേർഡിലെ എല്ലാ ടെക്സ്റ്റുകളും പാർട്ട് 1ഉം 2ഉം നിങ്ങൾ നോക്കിയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പാർട്ട് 1 ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് 1 നോക്കണം നിങ്ങൾ. SS1 ആണെങ്കിലും 2 ആണെങ്കിലും അതുപോലെ പാർട്ട് 2ഉം നോക്കണം. ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ നോക്കാൻ പോകുന്നത് SS2 പാർട്ട് 2 ടെക്സ്റ്റിൽ ഇതിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ASEMന്. ഓക്കെ, ഒരു സാമൂഹിക സുരക്ഷാ കോഡുമായിട്ട് ബന്ധപ്പെട്ടതില്ലേ, അത് ഇതിൽ നിന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാതെ. അപ്പോൾ അതിനു മുമ്പ് ഇതിൽ NSOനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഒന്ന് നോക്കി ചെയ്യുക. ഈ പാഠഭാഗത്ത് നിന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളോട് ഇനിയും ചോദിക്കാം ഈ പാഠഭാഗം. ഇപ്പോൾ ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഓരോ മേഖലകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിൽ ഓരോ രീതികൾ, സർക്കാർ ചെലവ്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാട്ടോ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും എന്നുള്ളത് ഇതാണ് പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളോടും ചോദിക്കും. ഓക്കെ, പിന്നെ NNP എന്താണ്, അതിൻ്റെ ഇക്വേഷൻ, PCI അതായത് പേഴ്സണൽ പെർ ക്യാപിറ്റൽ ഇൻകം കേട്ടോ, പെർ ക്യാപിറ്റൽ ഇൻകമാണ്, അതൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു 9th ഞാൻ ഒരിക്കലും എടുത്തെടുത്ത് പറയില്ല ഇത് തന്നെ ചോദിക്കും, ഇത് തന്നെ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ടെക്സ്റ്റിലെ മുക്കും മൂലയും തന്നെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് സെക്ടർ കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഹെഡിങ് കണ്ടോ, സാമൂഹിക സുരക്ഷാ കോഡ്, ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ASMൻ്റെ സ്റ്റേജ് 1. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതിൽ ഞാൻ ഫാക്റ്റുകളായിട്ട് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക. 9th 10th സ്റ്റാൻഡേർഡിലെ എല്ലാ സോഷ്യൽ സയൻസ് പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റ്. അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ടെക്സ്റ്റ് ആണെങ്കിൽ 10th സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടില്ല. ഓക്കെ, 10th സെക്കൻഡും കിട്ടാൻ ചാൻസ് ഇല്ല, 8th സെക്കൻഡ് കിട്ടാൻ ചാൻസ് ഇല്ല, 6th കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് കൂടുതലും നമുക്ക് അവൈലബിൾ ആവാത്തത് കൊണ്ട് അതിൻ്റെയൊക്കെ ഫസ്റ്റ് പാർട്ടായിരിക്കും കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. കൈ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ പുതിയത് നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചോദിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് നിങ്ങൾ ജനറലായിട്ട് ഞാൻ പറഞ്ഞത് എടുക്കുക. കാരണം ASMൽ നിങ്ങൾക്കൊരു നല്ല സ്കോറിങ്ങിലേക്ക് എത്താൻ സഹായിക്കും ഈ പാഠഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. 9th സ്റ്റാൻഡേർഡ്, 8th, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 8th, അപ്പോൾ ഞാൻ വീണ്ടും 8th എഴുതുന്നില്ല. 9th 10th സ്റ്റാൻഡേർഡിലെ പാഠഭാഗങ്ങൾ SS സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ ബേസിക് സയൻസ് എന്തായാലും നിങ്ങൾ SCERT മാത്രം നോക്കിയാൽ മതി. അതിപ്പോൾ സോഷ്യൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഓക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ 3 ദിവസം, ഈ 3 days എന്ന് പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് നല്ലൊരു സ്കോറിംഗ് എത്താൻ പറ്റും. പ്ലസ് കറണ്ട് അഫയേഴ്സ് ഇത്രയും നോക്കിയാൽ നിങ്ങൾക്ക് സെറ്റാവും. ബാക്കി ഇംഗ്ലീഷ് മലയാളമൊക്കെ അത്യാവശ്യം കയ്യിലുണ്ടെങ്കിൽ. പിന്നെ 9th 10th, ഇപ്പോൾ 10th എന്ന് പറയുന്നത് ആക്ച്വലി പാർട്ട് 1 ആണ് വന്നിട്ടുള്ളത്. 10th 8th 6th പാർട്ട് 1 മാത്രമേ സമഗ്രയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതലും ചോദിക്കുക. പാർട്ട് 1 കോൺസെൻട്രേറ്റ് ചെയ്തേ അവർ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി നമുക്ക് ഈ പറയുന്ന 9th ഒക്കെ ഉണ്ടല്ലോ, 7th 9th ഒക്കെ ഓൾറെഡി പാർട്ട് 2 ഉള്ളതാണ്, പാർട്ട് 2 ടെക്സ്റ്റുകൾ ഉള്ളതാണ്. അതുകൊണ്ട് അതെന്തായാലും കൃത്യമായിട്ട് ഒന്ന് ഓടിച്ച് വേഗം ഒന്ന് നോക്കി വെച്ചേക്കാട്ടോ. അത് സോഷ്യൽ സയൻസിൻ്റെ 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, SS2 വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാം നോക്കേണ്ടതാണ്. ഇപ്പോൾ ഓരോ നദേൺ മൗണ്ടൻസ്, ഹിമാലയാസ്, അതിൻ്റെയൊക്കെ നല്ല ക്രിസ്പാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത്. വേറെ ടെക്സ്റ്റിൽ നിന്നല്ലാത്തൊരു ചോദ്യം നിങ്ങൾക്ക് അധികം കാണാൻ സാധിക്കില്ല. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് വെച്ചിട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ നല്ലൊരു ശതമാനം സ്കോറിങ് നിങ്ങൾക്ക് എത്താൻ പറ്റും. അൺലെസ് ആൻഡ് അൺടിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റില്ലെങ്കിൽ. ഓക്കെ, അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സും അത്യാവശ്യം കയ്യിലുണ്ടായാൽ മതി. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ആ ഒരു 30 മാർക്സിൻ്റെ ഒരു ഇതും സ്കോർ ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു 70 above ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രസ്റ്റ് മീ, ടെക്സ്റ്റ് കയ്യിലുണ്ടായിരിക്കണം. അത് മീൻസ് ടെക്സ്റ്റിലെ ഫാക്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതിന് ഈ പറയുന്ന പാഠഭാഗങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ 9th 10th എസ്പെഷ്യലി എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ പാഠഭാഗത്തു നിന്നും ടച്ച് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നതെന്ന് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ പാഠഭാഗം നോക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്ലെയിൻസിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കിപ്പോൾ പ്ലെയിൻസിൻ്റെ കാര്യമാണ് ചോദിച്ചത് അല്ലേ. പ്ലെയിൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിവിഷനാണ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ മൗണ്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ ഒന്ന് നോക്കുക. അതിൻ്റെ ഡിവിഷൻ കാശ്മീർ, ഹിമാലയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരാഖണ്ഡ്, ഹിമാലയം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡിവിഷൻ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായി നോക്കുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പ്ലാറ്റ്യൂസിൻ്റെയും നല്ലൊരു ഡിവിഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 2 ഡിവിഷൻസ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം പ്ലെയിൻസിൻ്റെ ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞു, ചിലപ്പോൾ ഒന്നും കൂടെ പ്ലെയിൻസിൻ്റെ ഡിവിഷനെ വെച്ചിട്ട് ചോദിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് നോക്കുക. പിന്നെ റിവേഴ്സിനെ കുറിച്ച്, അതായത് ഈ ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ ഉത്ഭവസ്ഥാനം മറ്റുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായാലും ചോദിക്കും, നിങ്ങളോടാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണത്. ഇത് കൃത്യമായിട്ട് നോക്കുക. ഈ പാഠഭാഗങ്ങൾ ജനറലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ 8ലെയും 7ലെയൊക്കെ ഞാൻ പറഞ്ഞതിൽ ഞാൻ എടുത്തെടുത്ത് പറയാമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത്, നിങ്ങൾ വായിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ നോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് 7ലെയും 8ലെയും ഞാൻ എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. 9ലും 10ലും അങ്ങനെ എടുത്ത് പറയാനില്ല, നമുക്കെല്ലാം നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ ഒരു ചെറിയൊരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് അത്രയും നമുക്കൊരു ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരിക്കലും എടുത്ത് തീരില്ല. കാരണം പാഠഭാഗങ്ങളാണ്, കുറേയധികം കാര്യങ്ങളുണ്ട് അതിൽ. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നെക്സ്റ്റ് ഈ ഒരു ASM കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. LDC, LGS, VFAക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ അതിൻ്റെ എന്താണ് നമുക്ക് അടിത്തറ സ്ട്രോങ് ആക്കിക്കൊണ്ട് വേണം അത് പഠിച്ചു പോകാൻ. ഈ ടെക്സ്റ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം നോക്കുക ഈ പറഞ്ഞ പാഠഭാഗങ്ങൾ. അതുപോലെ തന്നെ IT-യുടെ ഇത് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് +1 ഹ്യൂമാനിറ്റീസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കിയാൽ മതി. അതായത് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, നമുക്ക് നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ആ പാഠഭാഗങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സാമിന് മുമ്പ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇപ്പോൾ IT-യുടെ ജനറൽ ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഫസ്റ്റ് പേപ്പർ കണ്ടിട്ടുണ്ടാവില്ല, ആ ഒരു ഐഡിയ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. 3 മാർക്സ് അല്ലേ ഇടും. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ പോലെ വേണ്ട കാര്യങ്ങളൊന്ന് എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു ഏപ്രിൽ തൊട്ട് ഈ ജൂലൈ വരെയുള്ള കാര്യങ്ങളൊന്ന് ഒടിച്ചു മറിച്ച് വെച്ചേക്കുക കേട്ടോ. 2024 മേജറായിട്ടുള്ള, പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറയണ്ടല്ലോ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും ചെനാബ് പാലത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ നോക്കുക. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സാമിനേഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നൊബേൽ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ സാഹിത്യ അവാർഡുകൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് തന്നെ എല്ലാവരും എക്സാം എഴുതുക, ആലോചിച്ച് എഴുതുക. ടെക്സ്റ്റ് നല്ലവണ്ണം ഈ ഒരു 3 ദിവസം നല്ലവണ്ണം ഒന്ന് യൂസ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് നോക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആക്കി നോക്കുക. കാരണം നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ളത് കറണ്ട് അഫയേഴ്സാണ്. നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താനും കറണ്ട് അഫയേഴ്സ് സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ 3 ദിവസം നിങ്ങളുടെ അഭിപ്രായവും സജഷൻസും എന്താണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതിനനുസരിച്ച് ഞാൻ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ശേഷം ബാക്കിയുള്ള എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.